നമസ്കാരം. നമ്മുടെ പഴയ ലാലേട്ടനെ കാണാൻ എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്? ഒടിയന് ശേഷം മുഖത്തൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് നമ്മൾ എത്രയോ നാളുകളായി ചർച്ച ചെയ്യുന്നതാണ്. ഒരു വളരെ വൈബ്രൻ്റായ വൈബ് അടിക്കുന്ന, തമാശ പറയുന്ന, ജോളിയാകുന്ന, ഇൻ്റർവ്യൂവിൽ എല്ലാം മറന്ന് ലൂസൺ ആപ്പായി നിൽക്കുന്ന ലാലേട്ടനെ കണ്ടിട്ട് എത്ര നാളായി? എമ്പുരാൻ്റെ പ്രൊമോഷൻ സമയത്ത് പോലും പല ഇൻ്റർവ്യൂകളും സീരിയസ് ടോണുകളിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തമിഴിൽ ലാലേട്ടനും പൃഥ്വിരാജും ചേർന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. ഇർഫാൻസ് വ്യൂ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ചാനൽ വളരെയധികം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു ചാനലാണ്. അത് ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. ആ ചാനലിലേക്കാണ് മോഹൻലാലും പൃഥ്വിരാജും കൂടി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ മലയാള മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇതുപോലൊരു ലാലേട്ടനെ പിഴിഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിലാണ് അതിൽ അവതാരകനായ ഇർഫാന് ചൂണ്ടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് വാസ്തവം. അതിനകത്തൊരു അഭിമുഖത്തെക്കാൾ ഉപരി വൈബേഷായിട്ടാണ് ലാലേട്ടൻ നിൽക്കുന്നത്. ഏത് മൂഡ്? ലാലേട്ടൻ മൂഡ് എന്നൊക്കെയാണ്. അത്രയും വൈബായിട്ട്, അത്രയും സന്തോഷമായിട്ട് നിൽക്കുകയാണ്. കാരണം ആ ലാലേട്ടൻ ചിരിക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകനും ചിരിക്കും. അപ്പോൾ ആ ഒരു ചിരിച്ചുകൊണ്ട് വളരെ വൈബായി നിൽക്കുന്ന ലാലേട്ടനെ കാണാൻ കാത്തു നിൽക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഈ ഇൻ്റർവ്യൂ വന്നത്. അതുകൊണ്ട് തന്നെ എന്തായി സംഭവിക്കുന്നത്? യൂട്യൂബിൽ തരംഗമായി ട്രെൻഡിങ് നമ്പർ 1 ആ വീഡിയോ എത്തുകയും ചെയ്തു. എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിമുഖങ്ങൾ വന്നെങ്കിൽ പോലും ഈ അഭിമുഖം ലാലേട്ടൻ ആരാധകർക്കും മലയാളികൾക്കും കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഇതിനകത്ത് അവതാരകൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യത്തിന് ലാലേട്ടൻ്റെ തഗ് മറുപടിയൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ. അവതാരകൻ്റെ ആദ്യത്തെ ചോദ്യം, സാർ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിനകത്ത് സാർ ഉത്തരം പറയണം. ഫേവറേറ്റ് ആക്ടർ ഓർ ആക്ട്രസ് എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ്റെ മറുപടി ആക്ട്രസ് എന്നാണ്. അത് കേട്ട് പൃഥ്വിരാജ് അപ്പുറത്തുനിന്ന് പൊട്ടിച്ചിരിക്കുന്നു. ലാലേട്ടൻ്റെ തഗ് കേട്ട് അവതാരകനും ചിരിക്കുകയാണ്. ഇതെല്ലാം ഒരു വശത്തു നിന്ന് നടക്കുമ്പോഴേക്കും ലാലേട്ടനും പെട്ടെന്ന് ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവതാരകൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ടല്ലോ, ഷാറൂഖ് ഖാൻ ഉണ്ടെന്ന് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ മറുപടി, ഷാറൂഖ് ഖാൻ പാവം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ദ്രോഹി പൃഥ്വിരാജ് സുകുമാരൻ ആ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ഇരുവരും ചിരിക്കുകയാണ്. കാരണം ഷാരൂഖ് ഖാൻ ഉണ്ടെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പരക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വെറുതെയാണ് എന്നും കൂടി ലാലേട്ടൻ ഈ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം സാർ ഇതിനകത്ത് മമ്മൂക്ക എന്ന് പറയുമ്പോൾ മാമുക്കോയോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ലാലേട്ടൻ ഉൾപ്പെടെ ഇതെല്ലാം വളരെ രസകരമായി പോകുന്ന ഒരു അഭിമുഖമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഇൻ്റർവ്യൂസും ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ പോലും ലാലേട്ടൻ വളരെ രസകരമായി, വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു അഭിമുഖമായി ഇത് മാറുകയാണ്. ഇന്ത്യ ഒട്ടാകെ തരംഗമായി എമ്പുരാൻ്റെ പ്രൊമോഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് നോർത്തിൽ അനിൽ തദാനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോടുകൂടി അവിടെയും ഒരുപാട് അഭിമുഖങ്ങൾ ഹിന്ദിയിൽ, പിന്നാലെ ഇംഗ്ലീഷിൽ 2-3 അഭിമുഖങ്ങൾ കണ്ടു. അതിന് പിന്നാലെ തെലങ്കാനയിൽ, ആന്ധ്രയിൽ പോയി അവിടെയും കുറച്ച് അഭിമുഖങ്ങൾ. കാരണം തെലുഗുവിൽ ഉള്ളൊരു വൈറൽ ഇൻ്റർവ്യൂ ഒക്കെ മാറുന്നുണ്ട്. തെലുങ്കിൽ നടക്കുന്നൊരു ഇൻ്റർവ്യൂ, ഒരു അഭിമുഖത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പലർക്കും പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് പിന്നാലെ തമിഴിലും ഒരുപാട് അഭിമുഖങ്ങൾ വന്നു. മലയാളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വൈൽഡ് സ്വിങ്ങിലാണ് എമ്പുരാൻ്റെ പ്രൊമോഷൻ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ലാലേട്ടനെ എത്ര നാൾക്ക് ശേഷമാണ് പ്രേക്ഷകർ കാണുന്നത് എന്ന് വല്ല ധാരണയുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ലാലേട്ടനാണ് കാണാൻ ആഗ്രഹിച്ചത് എന്ന് പറയുകയും കൂടി ചെയ്യുക. എന്തായാലും 27-ാം തീയതി എമ്പുരാൻ സിനിമ റിലീസിനെത്തുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭീകരമായ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതിനോടകം തന്നെ അഡ്വാൻസ് ബുക്കിങ്ങിൽ മാത്രം 58 കോടി രൂപ നേടി മലയാള സിനിമ ഇതുവരെ നേടാൻ കഴിയാത്ത റെക്കോർഡ്. ബുക്ക് മൈ ഷോ വഴി ഒരു ദിവസം, അതായത് ആദ്യത്തെ 24 മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടത് 6,45,000 ടിക്കറ്റുകളാണ്. ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് നേടാൻ കഴിയാത്ത റെക്കോർഡ്. അങ്ങനെ പല റെക്കോർഡുകളും തൂത്തുവാരി തകർത്തുകൊണ്ട് എമ്പുരാൻ മുന്നോട്ട് പോകുമ്പോൾ പോലും ആ സിനിമയിലെ അണിയറ പ്രവർത്തകർ എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആണ്. സംവിധായകൻ പൃഥ്വിരാജ്, നായകൻ മോഹൻലാൽ എല്ലാവരും അഭിമുഖങ്ങളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് തന്നെയാണ് ഈ തഗ് മറുപടികളൊക്കെ ലാലേട്ടനിൽ നിന്ന് കിട്ടുന്നത്. മലയാളികൾക്ക് പോലും, മലയാളത്തിലെ അഭിമുഖങ്ങൾ എടുക്കുന്നവർക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് തമിഴിൽ പോയി ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പഴയ ലാലേട്ടനെ കാണാൻ കിട്ടി എന്നുള്ളതാണ് മലയാളി പ്രേക്ഷകരുടെ ഭൂരിഭാഗം കമൻറ്റുകളും. ആ വീഡിയോ തന്നെയാണ് ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്നത്. ആ ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ഇർഫാൻസ് വ്യൂ എന്ന യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ആ അഭിമുഖം കാണുക. തീർച്ചയായും പല അഭിമുഖങ്ങളിലും വളരെ സീരിയസ് ആയി കാണുന്ന ലാലേട്ടനിൽ നിന്നൊക്കെ വിപരീതമായി വളരെ ജോവായിലായി വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ലാലേട്ടനെ ആ അഭിമുഖത്തിൽ കാണാം. യൂട്യൂബ് ട്രെൻഡിങ് നമ്പർ 1 നിലവിൽ ആ അഭിമുഖം.